ദൈവമേ 15,000 രൂപയെങ്കിലും കുറഞ്ഞത് വേണമല്ലോ നമ്മുടെ വീട്ടിൽ ഒരു 2 ക്യാമറയും ഒരു DVR കൂടെ വെക്കാനെന്ന്. എന്നാൽ 3,000 രൂപയിൽ താഴെ മാത്രം വരുന്ന ഒരു വയർലെസ് ക്യാമറ നിങ്ങളുടെ വീട്ടിൽ വെച്ചാലോ? സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ വീട് സുരക്ഷിതമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പ് തരാൻ പറ്റുമോ? ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ജോലി എടുക്കുന്ന പല ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മൾ അവരെ കാണുന്നില്ല. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് 100% ഉപകാരപ്രദമായിട്ടുള്ള ഒരു വസ്തുവാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോണത്. അതായത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഐറ്റമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത്. രാത്രി ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലൊരു ആൾ വന്നു, നമ്മുടെ വണ്ടിയൊക്കെ ഓപ്പൺ ആണോ ജസ്റ്റ് ബൈക്കിൽ കയറി ഇരുന്നു നോക്കി ആൾ സ്ഥലം വിട്ടു. കാരണം ആ ക്യാമറയുടെ അകത്ത് അതിൻ്റെ അകത്തൊരു സൈറനുണ്ട്. ആ സൈറൻ ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ മതി, പമ്പ കിടക്കും ആൾക്കാർ. അപ്പോൾ ഏതൊരു സാധാരണക്കാരൻ്റെയും ഒരു ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഒരു ക്യാമറ എന്നുള്ളത്. CCTV ക്യാമറ. അതും നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കും, ദൈവമേ 15,000 രൂപയെങ്കിലും കുറഞ്ഞത് വേണമല്ലോ നമ്മുടെ വീട്ടിൽ ഒരു 2 ക്യാമറയും ഒരു DVR കൂടെ വെക്കാനെന്ന്. എന്നാൽ 3,000 രൂപയിൽ താഴെ മാത്രം വരുന്ന ഒരു വയർലെസ് ക്യാമറ നിങ്ങളുടെ വീട്ടിൽ വെച്ചാലോ? 3,000 രൂപയിൽ താഴെ മാത്രം, അതും ഫുൾ HD, കൂടാതെ തന്നെ 360 ഡിഗ്രി ചുറ്റും നമുക്ക് കാണാം. മോഷൻ സെൻസർ, അതായത് ക്യാമറയുടെ മുന്നിൽ കൂടെ ഒരാൾ പോകുമ്പോൾ ക്യാമറ ഇങ്ങനെ തിരിയും. ആ ഒരു സിസ്റ്റം ഉള്ള ഒരു അടിപൊളി ഏറ്റവും വില കുറഞ്ഞ ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു ക്യാമറ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന സാധാരണക്കാരൻ ഉൾപ്പെടെ ഏതൊരാൾക്കും വാങ്ങാൻ സാധിക്കുന്ന ഒരു ക്യാമറ. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ പേര് Kent CamEye HomeCam 360 എന്നാണ്. നമുക്ക് ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു Kent Cam എന്ന് പറയുന്നത്. ഈ ഒരു ക്യാമറ ആദ്യം പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഫീച്ചേഴ്സ്, അതായത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഈ ഒരു ക്യാമറ നിന്ന സ്ഥലത്ത് നിന്ന് കറങ്ങി ആ നിന്ന സ്ഥലത്ത് തന്നെ എത്തും. അതായത് 360 ഡിഗ്രി ആയിട്ട് ഇതിങ്ങനെ കറങ്ങും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം മോഷൻ സെൻസർ. അതായത് ഇതിൻ്റെ ക്യാമറയുടെ മുന്നിലേക്ക് ആരെങ്കിലും വരുമ്പോൾ ഇതിനകത്തൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതായത് Kent CamEye എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആളെത്തുന്ന സമയത്ത് ഹ്യൂമൻ, അതായത് മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ആ ക്യാമറ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക്. അതായത് ഇന്ന പോലെ ഒരാൾ ഇന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് എന്നൊരു നോട്ടിഫിക്കേഷൻ തരുന്നത്. 128 GB വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് 120 GB മെമ്മറി കാർഡ് വരെ നമുക്ക് ഇതിനകത്ത് ഇടാൻ സാധിക്കുന്നതാണ്. പിന്നെ വരുന്നതാണ് നൈറ്റ് വിഷൻ. അതായത് നല്ല ക്ലാരിറ്റിയിൽ 1080, അതായത് 1080p ക്വാളിറ്റി, അതായത് നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉള്ള ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ നൈറ്റ് വിഷനും, അതായത് രാത്രിയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് ഓൺ ആവുകയും അതുപോലെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് അവരുടെ മുഖം കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് ഈ ഒരു ക്യാമറയിലൂടെ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ക്യാമറയിലൂടെ എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമറ വാങ്ങുമ്പോൾ നമുക്ക് അതിലൂടെ ലഭിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ക്യാമറയും അതേപോലെ തന്നെ ഇതേപോലെ ഒരു വൈറ്റ് ബോക്സും നമുക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ലഭിക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു വാറണ്ടി കാർഡാണ്. നമുക്ക് 1 വർഷത്തേക്കുള്ള വാറണ്ടിയാണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ ലഭിക്കുന്നത്. 1 വർഷം കംപ്ലീറ്റ് വാറണ്ടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ കൂടെ ഒരു അഡാപ്റ്ററും ഒരു കേബിളുമാണ്. ഇതാണ് നമ്മൾ ഇതിൻ്റെ കറണ്ടിൽ ഡയറക്റ്റ്ലി കുത്തിയിട്ടാൽ മാത്രമേ ഈ ഒരു ക്യാമറ വർക്ക് ചെയ്തുള്ളൂ. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. പിന്നെ വരുന്നതാണ് നമ്മുടെ ക്യാമറ മേടിക്കുമ്പോൾ ഇതേപോലെ സ്റ്റിക്കർ ഇതിൻ്റെ മേളിൽ കാണും. കാരണം നമ്മുടെ ക്യാമറയിൽ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിന് മുന്നേ 2-3 ക്യാമറകൾ നമ്മുടെ ഇതിൽ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. കമ്പനി ക്യാമറകളെ വേണം നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു ക്യാമറ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. മറ്റുള്ള കമ്പനികളുടെ ക്യാമറയൊക്കെ ആണെങ്കിൽ 4,000, 4,500 അല്ല 5,000 രൂപ കൊടുക്കേണ്ടി വരുന്നു. പക്ഷേ അതിൽ നമുക്ക് ഇത്രയും ഫീച്ചറുകൾ ലഭിക്കത്തില്ല. പക്ഷേ ഈ ഒരു ക്യാമറയിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ലഭിക്കുന്നുണ്ട്. ഒരു പക്ഷേ അതിലില്ലാത്ത ഫീച്ചർ, അതായത് വില കൂടിയ ക്യാമറകൾ ഇല്ലാത്ത ഫീച്ചർ കൂടെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ക്യാമറയുടെ പ്രത്യേകതകളെന്ന് നമുക്ക് ആദ്യം തന്നെ കാണാം.
അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ബാക്കിലായിട്ട് ഒരു ചാർജിങ് സ്ലോട്ട് ഇത് ഇവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു മെമ്മറി കാർഡും അതേപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് റീസെറ്റ് ബട്ടനുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്യാമറയിൽ കൊടുത്തിരിക്കുന്നത്. 128 GB മെമ്മറി കാർഡ് വരെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ ഇടാൻ സാധിക്കുന്നതാണ്. 128 GB ഇടുവാണെങ്കിൽ 60 ദിവസം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ തന്നെ ഇവരുടെ ക്ലൗഡ് ഉണ്ട്. അതായത് ക്ലൗഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ക്ലൗഡ് എന്ന്. അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറയാം. അതായത് ഈ ഒരു കെന്റ് ക്യാമയുടെ തന്നെ ഒരു സെർവർ ഉണ്ട്. അതിലേക്ക് ഇപ്പോൾ നമുക്കൊരു എക്സ്റ്റെൻഡഡ് ഒരു റെക്കോർഡിംഗ് എന്ന രീതിയിലാണ് ക്ലൗഡിലേക്ക് പോകുന്നത്. ഒരിക്കലും ഇതൊരു ചൈന പ്രോഡക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തെ നമ്മുടെ വീടുകളിൽ ഈ ഒരു സാധനം വെക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ക്യാമറ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ വിഷ്വൽസ് ആരും ചോർത്തിക്കൊണ്ട് പോകുമെന്ന് പേടിക്കേണ്ട. ഇതൊരു ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ്. ഏറ്റവും നല്ലൊരു ഫീച്ചർ ഈ ഒരു ക്യാമറയുടെ എന്ന് പറയുന്നത് ഇതിൻ്റെ 2-way സ്പീക്കിംഗ് ആണ്. അതായത് പല ക്യാമറ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മളിപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അതായത് ആ ഹോളിലിരിക്കുന്ന ആളോട് സംസാരിക്കാൻ മാത്രമേ ആ ഒരു ക്യാമറ വഴി സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ ഒരു ക്യാമറയിലേക്ക് വരുമ്പോൾ ആ ഹോളിലിരിക്കുന്ന ആൾക്കാർക്ക് തിരിച്ചും ഈ ഒരു ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളോട് സംസാരിക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ മൂന്നാർ എന്നുകൊണ്ട് എൻ്റെ വീട്ടുകാരോട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ല, വീട്ടുകാർ പറയുന്നതും എനിക്ക് അവിടെ നിന്ന് കേൾക്കാൻ സാധിക്കും. അങ്ങനെ ഒരു അടിപൊളി ഒരു ഫീച്ചറാണ്. കൂടാതെ ഇതിൻ്റെ ഒരു ഇൻബിൽഡ് ആയിട്ടൊരു മൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ടാണ് സ്പീക്കറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നല്ല ക്ലാരിറ്റിയോടെ ഒരു ലാഗും ഇല്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും അതുപോലെ തന്നെ വിഷ്വൽസ് കാണാനും എല്ലാം സാധിക്കുന്നതാണ് ഈ ഒരു ക്യാമറയുടെ ഏറ്റവും ഒരു പ്രത്യേകത. അപ്പോൾ നമുക്കിനി ഈ ഒരു ക്യാമറ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യുന്നതെന്ന് സിമ്പിളായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഏതൊരു സാധാരണക്കാരനാണ് കാണുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു ക്യാമറ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ആവശ്യമാണ്. ഈ ഒരു ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ മൊബൈലിൽ നമുക്ക് ഈ വിഷ്വൽസ് കാണണമെങ്കിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ആപ്ലിക്കേഷൻ്റെ പേര് കെന്റ് CamEye എന്നാണ് ആപ്ലിക്കേഷൻ. KENT കെന്റ് എന്നടിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് നമ്മുടെ പ്ലേ സ്റ്റോറിൽ വരുന്നതാണ്. ആപ്പ് സ്റ്റോറിലും ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും, അതായത് ഈ ഒരു സ്ക്രീനിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഭയങ്കര പാടാണെന്ന് നിങ്ങൾ വിചാരിക്കണം, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ഇത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ സൈൻ അപ്പ് എന്നൊരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്, വളരെ സിമ്പിളാണ്. ഗൂഗിൾ അക്കൗണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് ലോഗിൻ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ആവുന്നതാണ്, പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം. അപ്പോൾ നമ്മൾ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ക്യാമറ നമ്മൾ ഓൺ ആകുന്ന സമയത്ത് ഈ ക്യാമറ ജസ്റ്റ് ഒന്ന് നമുക്ക് 360 ഡിഗ്രിനെ കറങ്ങി തിരിച്ചു വന്ന് അതേ പൊസിഷനിൽ വന്ന് നിൽക്കുവാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷൻ നമ്മൾ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. അതിൽ ആഡ് യുവർ ഡിവൈസ് എന്നൊരു ആഡ് യുവർ ഫസ്റ്റ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറയുടെ ഫോട്ടോ അതിൽ കാണിക്കുന്നതാണ്. കൂടാതെ തന്നെ കാറിൽ വെക്കുന്ന ഡാഷ് ക്യാമറയും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. അതിൽ ഹോം ക്യാം എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു ഇൻ്റർഫേസിൽ വരും. അതിൽ നമുക്ക് ഓക്കെ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ക്യാമറയുടെ ബാക്കിലായിട്ടൊരു QR കോഡ് ഉണ്ട്. അതിലേക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറയ്ക്കുള്ള ഒരു പേര് അവിടെ കൊടുക്കണം. അത് നമുക്ക് എവിടെയാണ് വെക്കുന്നത്, ഇപ്പോൾ ഞാൻ ലിവിംഗ് റൂമിൽ വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലിവിംഗ് റൂം എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലിവിംഗ് റൂം എന്നുള്ള പേര് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്ക്രീനിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്രയും നേരം കണക്ഷൻ ചെയ്ത് നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് ചെയ്യണം. വൈഫൈ നെറ്റ്വർക്കിലല്ല ചെയ്യണത്, മൊബൈൽ നെറ്റ്വർക്കിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വൈഫൈ നെറ്റ്വർക്ക് ഒരു ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് ചേഞ്ച് വൈഫൈ കൊടുത്തതിന് ശേഷം ഡിവൈസ് ലൊക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യാം. നമുക്ക് ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആണെങ്കിൽ നെറ്റ്വർക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ വൈഫൈ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ്, ഇപ്പോൾ എൻ്റെത് സിമ്പിൾ പാസ്വേഡാണ് കൊടുത്തത്. ആ പാസ്വേഡ് ജസ്റ്റ് ഒന്ന് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ക്യാമറയുടെ താഴെയായിട്ട് ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് അവിടെ ഒരു പോയിന്റർ കാണാൻ പറ്റും. അതിൽ അതേപോലെ നമ്മുടെ ക്യാമറയുടെ താഴെയായിട്ടുണ്ട്. അതിൽ ജസ്റ്റ് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. 2 ദിവസം ഞാൻ ഓൾറെഡി ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. പ്ലീസ് സ്കാൻ QR കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാമറയിൽ ഒരു QR കോഡ് വരും. ആ QR കോഡ് ജസ്റ്റ് നമ്മുടെ ക്യാമറയുടെ നേരെ പിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ QR കോഡ് സ്കാൻ ആയിട്ടുണ്ട്, സക്സസ്ഫുള്ളി സ്കാൻ ആയിട്ടുണ്ടെന്നാണ് നമ്മുടെ ക്യാമറ പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം നമ്മുടെ ഈ ഒരു വൈഫൈ നെറ്റ്വർക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. ഓക്കെ, നമ്മുടെ ക്യാമറ അങ്ങനെ ഇൻ്റർനെറ്റോട് കണക്റ്റ് ആയിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണക്റ്റഡ് ടു ഇൻ്റർനെറ്റ് എന്ന് ഇപ്പോൾ പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാമറ ഇൻ്റർനെറ്റുമായിട്ട് അങ്ങനെ കണക്റ്റ് ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ജസ്റ്റ് നമ്മുടെ വൈഫൈ നെറ്റ്വർക്കിൽ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുവാണ്. ഏകദേശം ഒരു 3 മുതൽ 4 മുതൽ 5 മിനിറ്റ് വരെ എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഗ്രീൻ മാർക്കായിട്ട് നമുക്ക് കണ്ടിന്യൂ ഒരു ഓപ്ഷൻ വരും. അത് ജസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ കണക്ഷൻ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ആ കമന്റ് ബോക്സിൽ ഞാൻ റിപ്ലൈ തന്നോളാം എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് ചെയ്യുന്നതെന്ന്. അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അതിൽ വരുമ്പോൾ
ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ക്യാമറ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മേളായിട്ടൊരു സ്ക്രീൻ കാണാൻ പറ്റും. അതായത് നമ്മുടെ ക്യാമറ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കാം. കൂടാതെ തന്നെ ഇതിപ്പോൾ റെക്കോർഡിംഗ് കൂടാണ്. പിന്നെ നമുക്ക് നേരെ താഴത്തേക്ക് വരുമ്പോൾ ഒരു കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ലിസൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഓൺ ആക്കുവാണെങ്കിൽ ഇപ്പം അതായത് നമ്മുടെ ക്യാമറയിലുള്ള ആ ഒരു മൈക്ക് നമ്മൾ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്ത് ഫോണിലൂടെ നമുക്ക് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്പീക്കർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ അത് ഓൺ ആക്കിയിട്ട് ഞാൻ സംസാരിക്കുവാണെങ്കിൽ ഹലോ കേട്ടില്ലേ? അതായത് നമ്മുടെ ക്യാമറയിലൂടെ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് വെച്ചിരിക്കുന്ന അവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ ഒരു മൂവ്മെന്റ് ചെയ്യുന്നുള്ളത് നമ്മുടെ ക്യാമറ 360 ഡിഗ്രിയിൽ കറക്കാൻ പറ്റുന്ന രീതിയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ക്യാമറയുടെ അതായത് ഞാനിപ്പം എടുക്കുന്ന ക്യാമറ ആ ഒരു കാര്യങ്ങളെ സെറ്റിങ് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. അപ്പോൾ അതെ നമുക്ക് ഈ ക്യാമറ ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇങ്ങനെ മൂവ് ചെയ്ത് ദേ എൻ്റെ നേരെ ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി നേരെ എൻ്റെ ഫേസിന് നേരെ ആക്കണ്ട, മേളിലോട്ട് ആക്കുവാണെങ്കിൽ ക്യാമറ നേരെ എൻ്റെ ഫേസിലേക്ക് വന്നു. ഞാൻ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായി കുറച്ച് നീക്കി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. കണ്ടില്ലേ? നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പോയിന്റർ യൂസ് ചെയ്ത് നമുക്ക് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കുന്നുണ്ട്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതായത് 360 ഡിഗ്രി സ്കാൻ ഉണ്ട്. പെട്ടെന്ന് നമുക്ക് ഒന്ന് നമ്മുടെ ഈ ക്യാമറയുടെ ചുറ്റും ഒന്ന് കാണണമെങ്കിൽ ആ 360 ഡിഗ്രി സ്കാൻ കൊടുക്കാൻ അതായത് ക്യാമറ ഫുള്ളും 360യിൽ കറങ്ങും. അപ്പോൾ അതേപോലെ തന്നെ റീസെൻറ്റർ, അതായത് നമ്മളിപ്പോൾ ഒരു പൊസിഷനിൽ ക്യാമറ ഇങ്ങനെ സെൻട്രലാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ നേരെ തന്നെ ക്യാമറ ആക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഹോളിൽ സൈഡിലോട്ട് ചരിച്ച് വെച്ചിരിക്കുകയാണ്. റീസെൻറ്റർ കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാമറ കറക്റ്റ് നേരെ ആ ഒരു സ്ട്രെയിറ്റ് പൊസിഷനിലേക്ക് വരുന്നതാണ്. പിന്നെ അവിടെ നൈറ്റ് വിഷൻ, നമുക്ക് രാത്രിയിൽ നൈറ്റ് വിഷൻ, അതായത് ഇപ്പം നിൽക്കാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം നൈറ്റ് വിഷൻ എങ്ങനെയാണ്. സ്റ്റുഡിയോ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത്. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ നൈറ്റ് വിഷൻ കാണാനായിട്ട് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്നെ നമ്മുടെ മെയിൻ ക്യാമറകളെ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിന് പകരം നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ കെൻ ക്യാമിലൂടെയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവുന്നതെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇവിടെ ഒരു ലൈറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. നൈറ്റ് വിഷൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1080p ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് HD-യിലാണ് നിങ്ങളിപ്പോൾ എൻ്റെ ഫേസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ക്ലാരിറ്റിയോടെ തന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. മുഖമൊക്കെ പക്ക ക്ലിയറും കാര്യങ്ങളും അല്ലെന്നും താഴെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ നൈറ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്, നൈറ്റ് വിഷൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ക്വാളിറ്റിയാണ്. അവസാനമായിട്ട് ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലൗഡ് ഫെസിലിറ്റി ഉണ്ട്. നമ്മുടെ മെമ്മറി കാർഡ് നിറഞ്ഞ് നമുക്ക് വിഷ്വൽസ് ഒന്നും ക്യാച്ച് ചെയ്യാൻ സാധിക്കാത്തൊരു അവസരം വരുവാണെങ്കിൽ നമ്മുടെ ക്ലൗഡിലേക്ക് നമ്മുടെ ആ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കയറുന്നതാണ്. നമുക്ക് ഒരു 15 ദിവസത്തെ ഒരു ക്ലൗഡ് നമ്മൾ ഈ ഒരു ക്യാമറ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എക്സ്റ്റൻഡ് ആയിട്ട്, അതായത് കുറച്ച് കൂടുതൽ ക്ലൗഡ് വേണമെങ്കിൽ, അതായത് 15 ദിവസം വരെ നമുക്ക് ഇതിൽ റെക്കോർഡ് ആവുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം കുറേ 30 ഒരു മാസം അല്ലെങ്കിൽ നമുക്ക് 60 ദിവസമൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കെന്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും സ്പെസിഫിക്കേഷൻസ് ഉള്ള ഈ ഒരു കുഞ്ഞൻ ക്യാമറയ്ക്ക് വരുന്ന വിലയെന്ന് പറഞ്ഞത് 2749 രൂപയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സും ചെക്ക് ചെയ്താൽ മതി. അതിൽ ഞാൻ എൻ്റെ ഫുൾ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ ഒരു ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് കൂടെ കയറുവാണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞൻ അതിഥിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതിലുപരി ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ വീടൊക്കെ പൂട്ടി അടച്ചിട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് വിശ്വാസത്തോടെ പോകാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഇതേപോലെ ഒരു ചെറിയൊരു സാധനം വാങ്ങി നമ്മുടെ വീട്ടിൽ വെക്കുവാണെങ്കിൽ അതും ഏതൊരു സാധാരണക്കാരനും വാങ്ങാവുന്ന വിലയുള്ളൂ 2749 രൂപ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടൊരു തുകയാണ്. അതായത് ഇതൊരു അത്രയ്ക്ക് വിലയുള്ള ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്രയ്ക്ക് നമുക്ക് വിലമതിപ്പുള്ള ഒരു സാധനം എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഉപകാരമെന്ന് തോന്നിക്കാതെ വീഡിയോ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ അക്കൗണ്ട് ഫോളോ ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു കിടിലൻ വീഡിയോ വേണ്ടി ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെയും ഇറ്റ്സ് മീ ഗോവിന്ദ് സൈനിങ് ഔട്ട്.